ഹലോ ഫ്രണ്ട്സ്, അടുത്ത ടോപ്പിക്ക് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് FDI? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്ന ഒരാൾ ഇന്ത്യൻ കമ്പനീസിൻ്റെ ഏതെങ്കിലും പ്രിഫറൻസ് ഷെയർസോ ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അത് ഈ പറഞ്ഞ ഉദ്ദേശത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ആ ഇന്ത്യൻ കമ്പനിയുടെ മൊത്തത്തിലുള്ളൊരു ഉടമസ്ഥാവകാശവും അധികാരമൊക്കെ വേണം എന്ന ആ ഉദ്ദേശത്തോടു കൂടി ആണിത് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ FDI എന്ന് പറയും. ഓക്കെ, അപ്പം ഞാൻ FDIനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ ഇൻവെസ്റ്റർ ആ ഇന്ത്യൻ കമ്പനിയുടെ ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ ക്യാപിറ്റലിൻ്റെ 10% അതിൽ കൂടുതൽ ഇവർ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ മൊത്തം ഉടമസ്ഥാവകാശവും അധികാരവും ഇവരുടെ കയ്യിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ അത് ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അവർ ഈ പറയണ ഈ ഫിസിക്കലായിട്ടുള്ള അസറ്റ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇപ്പോൾ മോഡേൺ ടെക്നോളജി, അതിലൊക്കെ കൊണ്ടുപോയാണ് ഇവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് ആ ഇന്ത്യൻ കമ്പനീനെ കുറച്ചും കൂടി കൂടുതൽ നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, ആക്റ്റീവായിട്ട് തന്നെ അവർക്ക് ആ കൺട്രോൾ കിട്ടും, ഓണർഷിപ്പൊക്കെ കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കയ്യിലല്ലേ ഫുൾ ഓണർഷിപ്പും കൺട്രോളും, അപ്പോൾ പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റില്ല, പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടേച്ച് പോകാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത FPI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്ന ഒരാൾ ഇന്ത്യൻ കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിൽ പൈസ കൊണ്ടുവന്നിടുന്നു. ഓക്കെ, അവരുടെ ഉദ്ദേശം ഈ പറഞ്ഞ ഉടമസ്ഥാവകാശമോ അധികാരമൊന്നുമല്ല, ലാഭം, എങ്ങനെയും ലാഭം ഉണ്ടാക്കണം. ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യണ ആ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ FPI കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻവെസ്റ്റർ ഇന്ത്യൻ കമ്പനിയുടെ ക്യാപിറ്റലിൽ 10% അതിൽ താഴെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ഉദ്ദേശം എന്താ, അവർക്ക് എങ്ങനെയും ലാഭം ഉണ്ടാക്കണം, ഡിവിഡൻഡ് കിട്ടണം, അതൊക്കെയാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് അതൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവർ മെയിനായിട്ട് ഈ ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ടാവുമല്ലോ, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതിലൊക്കെ കൊണ്ടുവന്നാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. ഓക്കെ, പ്രോഫിറ്റ്, ഡിവിഡൻഡ്, ഇത് മാത്രം മനസ്സിൽ കണ്ടിട്ടാണ് ഇവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇവർക്ക് അത്ര പോലെ ഓണർഷിപ്പോ ഈ കൺട്രോളൊന്നും ഇവരുടെ കയ്യിലുണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇട്ടേച്ച് പോവുകയും ചെയ്യാം, വലിയ സീനില്ല. ഓക്കെ, പിന്നെ ഈ ഡിവിഡൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞും ഒക്കെ വരാം. ഓക്കെ, ഇനി അടുത്ത പ്രോഹിബിറ്റഡ് സെക്ടേഴ്സ്, അതായത് ഈ താഴെ പറയാൻ പോകുന്ന മേഖലയിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്ററിന് FDIയുടെ പേരും പറഞ്ഞ് ഈ പറയണ ഫീൽഡിലൊന്നും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ലോട്ടറി ബിസിനസ്, ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, ചിറ്റ് ഫണ്ട്സ്, നിധി കമ്പനി, TDR, റിയൽ എസ്റ്റേറ്റ്, പിന്നെ ടൊബാക്കോ, സിഗരറ്റ്സ് മാനുഫാക്ചറിങ്, പിന്നെ സെക്ടേഴ്സ് നോട്ട് ഓപ്പൺ ടു പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ പേഴ്സൺ ഓവർസീസ് ഇൻ ബംഗ്ലാദേശ് ഓർ പാകിസ്ഥാൻ, ഈ പറഞ്ഞ ആൾക്കാർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല FDI. ഓക്കെ, ഇനി അടുത്ത ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്? ഒരു ഇന്ത്യൻ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഉണ്ടാവുമല്ലോ, അതായത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ ഡിബഞ്ചേഴ്സ്, ഷെയർ വാറൻറ്റ്സ്, അതിനൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഷെയർ വാങ്ങിക്കുമ്പോൾ, ഒരു ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ ഒരു ഷെയറിന് 100 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മേടിക്കുമ്പോൾ 25 രൂപ മസ്റ്റായിട്ട് പേ ചെയ്യണം അപ്പോൾ തന്നെ. ഓക്കെ, ബാക്കി 75 രൂപ ആ 12 മാസത്തിനുള്ളിൽ പേ ചെയ്താലും മതി. ഓക്കെ, ഇനി അടുത്ത എൻട്രി റൂട്ട്സ്. ഇവിടെ 2 റൂട്ട്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് റൂട്ടും ഗവൺമെൻറ് റൂട്ടും. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ RBIയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ അപ്രൂവലും വേണ്ട, പെർമിഷനൊന്നും വേണ്ട, നമുക്കല്ലാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ഇന്ത്യയിൽ വന്നിട്ട്. പക്ഷേ ഈ ഗവൺമെൻറ് റൂട്ടിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ, പെർമിഷൻ വേണം, പിന്നെ അതിൻ്റേതായ അതോറിറ്റിയുടെ, മിനിസ്ട്രിയുടെ ഒക്കെ പെർമിഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സെക്ടറൽ ക്യാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു FPI ആണെങ്കിലും FDI ആണെങ്കിലും ഫോറിൻ ഇൻവെസ്റ്ററിന് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പർട്ടിക്കുലർ സെക്ടറിലോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ഇത്ര % വരെയായിരിക്കും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് RBIയുടെ അപ്രൂവലോ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോ ഒക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ RBIയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ സമയത്തിന് ഒരു മാക്സിമം % ഇവർ പറഞ്ഞിട്ടുണ്ടാവും, ഓരോ സെക്ടറിൽ ഇത്ര % വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ,
അങ്ങനെ. അപ്പോൾ അതിനാണ് സെക്ടറൽ ക്യാപ്സ് എന്ന് പറയുന്നത്. പെർമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ പറയാൻ പോണ കാര്യത്തിലൊക്കെ ഈ ഫോറിൻ ഇൻവെസ്റ്ററിന് FDIയുടെ പേരും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി, ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി, അതിൻ്റെ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അവിടെ പർച്ചേസ് ചെയ്യോ സെയിൽ ചെയ്യോ. അതുപോലെ തന്നെ NRI, OCI, പിന്നെ LLP ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് LLP, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ, ഫോറിൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, IDR. ഓക്കെ, ഈ പറഞ്ഞ സെക്ടേഴ്സിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അടുത്തത് അക്വിസിഷൻ ത്രൂ റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ. ഇവിടെ ഫോറിൻ ഇൻവെസ്റ്ററിന് ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് ഷെയർസ് റൈറ്റ് ഇഷ്യൂവോ ബോണസ് ഇഷ്യൂയുടെ രൂപത്തിൽ ഷെയർസ് റിസീവ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഈ ഇന്ത്യൻ കമ്പനിക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും, ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ അവർ വിദേശ രാജ്യത്താണ് താമസിച്ച് അവിടെ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇന്ത്യൻ കമ്പനീസിന് അവർക്ക് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് ഇഷ്യൂ ഓഫ് കൺവേർട്ടബിൾ നോട്ട്സ് ബൈ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഒരു ഫോറിൻ ഇൻവെസ്റ്ററിന് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി ഇപ്പോൾ അവർ കൺവേർട്ടബിൾ നോട്ട്സ് ഇഷ്യൂ ചെയ്യാമെന്ന് വെച്ചോ, ആ കൺവേർട്ടബിൾ നോട്ട്സിൽ ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്ററിന് ഒരു മിനിമം 25 ലക്ഷം രൂപ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ മെർജർ ഓർ ഡിമെർജർ ഓർ അമാൽഗമേഷൻ ഓഫ് ഇന്ത്യൻ കമ്പനീസ്. രണ്ട് പഴയ കമ്പനി കൂടുമ്പോഴാണ് പുതിയ കമ്പനി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ കമ്പനി ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്യാമെന്ന് വെച്ചോ, അപ്പോൾ പഴയ കമ്പനിയുടെ പഴയ ഷെയർ ഹോൾഡേഴ്സിന് ആ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് മേടിക്കാം. ഓക്കെ, അതുമാത്രമല്ല ഇപ്പോൾ പഴയ ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ ഇന്ത്യയുടെ പുറത്താണെങ്കിൽ പോലും അവർക്ക് ഈ പുതിയ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് മേടിക്കാം. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോ അപ്രൂവലോ വേണം. ഓക്കെ, ഞാൻ അടുത്ത പ്രൈസിങ് ഗൈഡ് ലൈൻസ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ഫോറിൻ ഇൻവെസ്റ്ററിന് ഇന്ത്യൻ കമ്പനീസിൻ്റെ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുമല്ലോ, അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രൈസിലാണ്. ആ പ്രൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്ന് കുറിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ കേസ് ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി. അതായത് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനി ഇപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്ററിന് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ആ ഇഷ്യൂ പ്രൈസ് എപ്പോഴും ഈ സെബി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പ്രൈസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസിലായിരിക്കണം ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ആദ്യത്തെ കേസ്. പിന്നെ സെക്കൻഡ് കേസ് അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി. ലിസ്റ്റ് ചെയ്യാത്ത ഇന്ത്യൻ കമ്പനി ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്ററിന് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്യാമെന്ന് വെച്ചോ, ആ ഇഷ്യൂ പ്രൈസ് ഈ പ്രൈസിനേക്കാളും കൂടുതലായിരിക്കണം. ഏത് പ്രൈസ്? ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് പ്രൈസിങ് മെത്തഡോളജി ഉപയോഗിച്ചിട്ട് ഒരു ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് വാല്യൂഷൻ ചെയ്യും. ആ വാല്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫെയർ വാല്യൂ കിട്ടും. ആ ഫെയർ വാല്യൂവിനേക്കാളും ഹയർ പ്രൈസിലായിരിക്കണം ഈ അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി ഫോറിൻ ഇൻവെസ്റ്ററിന് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അതുമാത്രമല്ല ഈ വാല്യുവേഷൻ ഈ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ സെബിയിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും മർച്ചൻറ്റ് ബാങ്കറോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത കേസ് കൺവേർട്ടബിൾ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫെയർ വാല്യൂ കണ്ടുപിടിക്കും. ആ ഫെയർ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം കൺവേർഷൻ പ്രൈസ്. ഓക്കെ, ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് പ്രൈസിലാണോ ആ പ്രൈസിനെയാണ് നമ്മൾ കൺവേർഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ആ കൺവേർഷൻ പ്രൈസ് എപ്പോഴും കൂടി നിൽക്കണം ഫെയർ വാല്യൂവിനേക്കാളും. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഞാൻ അടുത്ത സബ്സ്ക്രിപ്ഷൻ ടു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഈ ഫൗണ്ടേഴ്സാണ്, കമ്പനി ഉണ്ടാക്കിയ ആൾക്കാരാണ് സൈൻ ചെയ്യണത്. അപ്പോൾ ഫൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ ഈ ഇന്ത്യൻ കമ്പനി ആ ഫോറിൻ ഇൻവെസ്റ്റർ ഫേസ് വാല്യൂലായിരിക്കണം ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അത് മാത്രമല്ല എൻട്രി റൂട്ടും സെക്ടറൽ ക്യാപ്സും അതൊക്കെ പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എൻ LLP. ഇതിൻ്റെ അത് പറഞ്ഞാൽ ഒരു ഫോറിൻ ഇൻവെസ്റ്ററിന് ഇന്ത്യയിലുള്ള ഒരു LLPയിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം രണ്ട് രീതിയിൽ. ഒരെണ്ണം ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ രീതിയിലും ഒരെണ്ണം പ്രോഫിറ്റ് ഷെയറിങ് രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഈ ഫെയർ പ്രൈസിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫെയർ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കണത്? ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്
കുറച്ച് മെത്തേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അഡോപ്റ്റഡ് മാർക്കറ്റ് പ്രാക്ടീസ് ഉണ്ടാവും. അതുവഴി നമ്മൾ വാല്യൂഷൻ ചെയ്യും. ആ വാല്യൂഷൻ വഴിയാണ് നമുക്ക് ഫെയർ പ്രൈസ് കണ്ടുപിടിക്കുന്നത്. ആ ഫെയർ പ്രൈസിനേക്കാളും കൂടുതലായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ വാല്യൂഷൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഏതെങ്കിലും ഒരു വാല്യൂവർ ഉണ്ടാവും, അവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഞാൻ അടുത്ത ഗൈഡ് ലൈൻസ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ കമ്പനീസ്. ഇതിൻ്റെ അത് പറഞ്ഞപ്പോൾ ഒരു ഫോറിൻ ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ ഡെപ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ ഡെപ്റ്റ് അയാൾ ഒരു ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഫോറിൻ ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് ഉണ്ടാവും. ഓക്കെ. അതിൽ കൺവേർട്ടബിൾ ബോൺസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റാണ്. ഓക്കെ. അത് കൺവേർട്ട് ചെയ്യണക്കാലം മുമ്പ് ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് അയാളുടെ കയ്യിൽ ഇരിക്കുവാണെങ്കിൽ അതിന് ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. കൺവേർഷന് ശേഷമാണ് നമ്മളത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജി ഉണ്ടല്ലോ, അത് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റേജിലും നമ്മളിത് അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഓരോ ഇന്ത്യൻ കമ്പനിയിലും ഇത് അപ്ലൈ ചെയ്യും. ഓക്കെ. ഞാൻ അടുത്തത് ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെൻറ്റ്? അതായത് ഒരു ഇന്ത്യൻ കമ്പനിയിൽ ഓൾറെഡി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇന്ത്യൻ കമ്പനി വേറൊരു ഇന്ത്യൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കമ്പനീസിൻ്റെ ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 31 മാർച്ചിൽ കാണിക്കുന്ന പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടില്ല, അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൺസിഡർ ചെയ്യും. പിന്നെ പറഞ്ഞത് ഒരു പാരൻറ്റ് ഇന്ത്യൻ കമ്പനിക്ക് കിട്ടുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അതിനേക്കാളും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഹോളി ഓൺ സബ്സിഡറി കമ്പനിക്ക് കിട്ടരുത്. ഓക്കെ. അതിൽ താഴെ നിൽക്കണം. ഓക്കെ. ബാക്കിയെല്ലാം ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടു പോവാം. റീഡ് വൺസ് ആൻഡ് ലീവ് കാറ്റഗറിയാണ്. ഓക്കെ.